കുമ്പള ആരിക്കാടി ടോൾ പ്ലാസയിൽ 22 ദിവസത്തിനുള്ളിൽ പിരിച്ചത് 2.71 കോടി രൂപ. കുമ്പളയിലെ വ്യാപാരി അബ്ദുൾ ഖാദർ ഫിർഷാദ് കോട്ട വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയിൽ നൽകിയ മറുപടിയിലാണ് ദേശീയപാത കണ്ണൂർ മേഖലാ പ്രൊജക്ട് ഡയറക്ടർ കണക്കുകൾ സഹിതം വിവരങ്ങൾ നൽകിയത്. ദേശീയപാത 66 തലപ്പാടി ചെങ്ങള റീച്ചിലുണ്ടായിരുന്ന കുമ്പള ആരിക്കാടി ടോൾ പ്ലാസയിലെ കളക്ഷൻ വിവരങ്ങൾ പുറത്ത്. ഫാസ്ടാഗ്, UPI, പണം എന്നിവയിലൂടെ ലഭിച്ച തുകയുടെ വ്യക്തമായ കണക്കുകളാണ് ദേശീയപാത അതോറിറ്റി വെളിപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പബ്ലിക് ഗ്രീവൻസ് പോർട്ടലായ CPG-RAM വഴി ലഭിച്ച പരാതിക്ക് മറുപടിയായാണ് അധികൃതർ ഈ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. കാസർഗോഡ് കുമ്പളയിലെ അബ്ദുൾ ഖാദർ ഫിർഷാദ് കോട്ട എന്ന പൊതുപ്രവർത്തകനാണ് കുമ്പള ഫീ പ്ലാസയിലെ കളക്ഷൻ വിവരങ്ങൾ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയത്. 2026 ഫെബ്രുവരി 12-നാണ് ഇദ്ദേഹം കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെ പരാതി പരിഹാര സെല്ലിൽ അപേക്ഷ സമർപ്പിച്ചത്. 5 ദിവസത്തിനകം ഫെബ്രുവരി 17-ന് തന്നെ ദേശീയപാത അതോറിറ്റി ഇതിന് ഔദ്യോഗിക മറുപടി നൽകി. കണ്ണൂർ പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റ് പ്രൊജക്ട് ഡയറക്ടർ ഉമേഷ് K. ഗാർഗ് ആണ് അപേക്ഷകന് മറുപടി കത്ത് നൽകിയിരിക്കുന്നത്. ദേശീയപാത അതോറിറ്റി കേരള റീജിയണൽ ഓഫീസർക്കും ഇതിന്റെ പകർപ്പ് നൽകിയിട്ടുണ്ട്. ദേശീയപാത അതോറിറ്റി പുറത്തുവിട്ട രേഖകൾ പ്രകാരം കുമ്പള ടോൾ പ്ലാസയിൽ ഭൂരിഭാഗം പേരും ഉപയോഗിച്ചത് ഫാസ്ടാഗ് സംവിധാനമാണ്. ഫാസ്ടാഗ് വഴി 2.7 കോടി രൂപയാണ് ഇവിടെ ലഭിച്ചത്. UPI വഴി 26,000 രൂപയാണ് ലഭിച്ചത്. നേരിട്ട് പണമായി ലഭിച്ചത് 1.1 ലക്ഷം രൂപയാണ്. നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായ ടോൾ പ്ലാസയിൽ കഴിഞ്ഞ നവംബർ 4 മുതൽ തുക ഈടാക്കാനായിരുന്നു ദേശീയപാത അതോറിറ്റി ഉത്തരവിട്ടത്. എന്നാൽ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രതിഷേധങ്ങൾ തുടരുകയും ഇതിനിടെ തദ്ദേശ തെരഞ്ഞെടുപ്പും കോടതിയിൽ ഹർജിയുമായതിനാൽ ജനുവരി 12 മുതലായിരുന്നു തുടങ്ങിയത്. ഫെബ്രുവരി 4-നായിരുന്നു ടോൾ പ്ലാസ അടച്ചുപൂട്ടിയുള്ള കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവിറങ്ങിയത്. 2 കോടിയിലേറെ രൂപയാണ് ടോൾ പ്ലാസ നിർമ്മിക്കുന്നതിനു ചെലവായതെന്ന് അധികൃതർ അറിയിച്ചു. ഇതിന്റെ കുറെ ഭാഗങ്ങൾ പൊളിച്ചു നീക്കിയിട്ടുണ്ട്. ഇനിയും കുറച്ച് ഭാഗങ്ങൾ പൊളിച്ചു നീക്കുവാനായി ബാക്കിയുണ്ട്. ന്യൂസ് ബ്യൂറോ, കുമ്പള.